ബ്രോ ഗോവിന്ദ് വിഷ്ണു ഡയറക്ടറിൻ്റെ സിനിമയാണ്. ആൻഡ് പെപ്പയുടെ നമുക്കൊരു പ്രതീക്ഷയുടെ സാധനം ഉണ്ടല്ലോ, ആ പഞ്ച് കാണാൻ പറ്റിയ സിനിമ. പിന്നെ വെറുതെ ഒരാളെ പിടിച്ച് ഹീറോ ആക്കുന്ന ഒരു പഞ്ച് സിനിമയല്ല, അതിനകത്തൊരു പ്രത്യേക കഥയുണ്ട്. പ്രോപ്പറായിട്ട് മൂവി നല്ല ടെറൈനിലേക്ക് കൊണ്ടുപോയി ആൻഡ് മൂവി നോർമലിൽ നിന്ന് ഒരു ഹൈപ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മളും ആ ഒരു വഴിയിലൂടെ നമ്മളും യാത്ര ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു മൂവി. എൻ്റെ അമ്മ ഒരു രക്ഷയിൽ അന്യായ സിനിമ കേട്ടോ. പെപ്പയുടെ അഴിഞ്ഞാട്ടമാണ് ഇതിനകത്ത് കിടന്ന് കൊണ്ടലിന് ശേഷം ആർഡിക്സിന് ശേഷം കിടന്ന് തകർത്ത അഭിനയം ഒരു രക്ഷയില്ല. ഇതേപോലെ ഒരു മേക്കിംഗ് ഉള്ള സിനിമ കണ്ടിട്ടില്ല. പടം കൊള്ളാം, നല്ല പടം. എങ്ങനെയുണ്ട്? പെപ്പയുടെ കിൻഡൽ പഞ്ച് കാണണമെന്നുണ്ടെങ്കിൽ ദാവീദിന് ടിക്കറ്റ് എടുത്തോളൂ. സെറ്റാണ്, കൊള്ളാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് പടം? പെപ്പ പൊളിച്ചോ? പെപ്പ തകർത്ത്. അത് RDXന് ശേഷം ഇത്രയും ഒരു പഞ്ച് സിനിമ, അതും പെപ്പയുടെ ഭാഗത്തുനിന്ന്. പിന്നെ പെപ്പനെ നമുക്കറിയാം, നല്ല ഇടി, ഒരു ഇടിക്ക് തന്നെ ഒരു വെയിറ്റ് ഇട്ടുള്ള ഇടിയാണ്. ആക്ഷനിൽ പെപ്പ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തെ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിലും അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ആയിട്ട് തന്നെ തുടരുകയാണ്. അതെ, ആക്ഷൻ ഹീറോ ആയിട്ട് തന്നെ തുടരുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള എല്ലാ സിനിമ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ ആണല്ലോ പുള്ളിയുടെ മെയിൻ. അത് ഇതിലും ആരെയും നിരാശപ്പെടുത്തിയിട്ടില്ല, അതുപോലെ തന്നെ പോയിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ഉണ്ടെന്നോ? നല്ലൊരു സ്റ്റോറി ഉണ്ട്, നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നെ. അതിന് തിയേറ്റർ ഹൗസ്ഫുള്ളാണ്, നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാവരും നിറഞ്ഞ ഐഡിയകൾ സ്വീകരിക്കുകയാണ് പെപ്പയുടെ ഓരോ സീനും.